ഒരാൾ തൻ്റെ ലബോറട്ടറിയിൽ, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ചില രാസപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് അയാളെ ചോറ് കഴിക്കാൻ ക്ഷണിച്ചു, ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. അയാൾ തിരക്കിലായതുകൊണ്ട് അയാൾ പോയില്ല. അപ്പോൾ ഭാര്യ വന്ന് ശകാരിച്ചു, ഭക്ഷണത്തിന് എന്താ ഭക്ഷണം കഴിക്കാത്ത? അപ്പോൾ അയാൾ ഓടിപ്പോയി എന്ത് ചെയ്തു? ഭക്ഷണത്തിനിന്ന് അതിനിടയിൽ അയാൾ ഭാര്യയുടെ ഈ ആക്ഷേപം കേട്ടിട്ട് എന്ത് ചെയ്തില്ല? കൈ കഴുകിയില്ല. കൈ കഴുകാതിരുന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ ഭക്ഷണം മധുരമായി തോന്നി. അപ്പോൾ ഭാര്യയോട് ചോദിച്ചിട്ട് മധുരട്ടിരുന്നോ? ഇല്ല, മധുരട്ടിട്ടില്ല. പിന്നെ അതെങ്ങനെയാണ്? അപ്പോൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഈ രാസഘടകങ്ങൾ മധുരങ്ങളാണ്, ആ കെമിക്കൽസ്. അപ്പോൾ ആ കെമിക്കൽസിൽ നിന്ന് മധുരം ഉൽപ്പാദിപ്പിക്കാമെന്ന് അയാൾ കണ്ടെത്തി. അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്ത്? ഷുഗർ കാറ്റ്. അതാണ് കാരണം. അതിൽ കരിമ്പ് സാധനമല്ല, ഒരു തവിട്ട് നിറമുള്ള വേറൊരു കെമിക്കലും പൊതിഞ്ഞു വരുന്ന ബഹുമാനപ്പെട്ട പഞ്ചസാരയാണ് എന്ത്? ശർക്കര. അങ്ങനത്താണ് ശർക്കര. വിശ്വസിക്കില്ല. ഒക്കെ ഒന്നാണ്. ലോകത്ത് ചതിയല്ലാത്ത ഒരു സാധനമില്ല. എല്ലാത്തിനും ചതിയാണ്, എല്ലാത്തിനും ചതിയാണ്. എന്തുകൊണ്ട് ചതിയായി? എന്തുകൊണ്ടാണ് ചതിയായത്? ലോകം മുഴുവൻ ചതിയായത് എന്തുകൊണ്ടാണ്? പറയും. എന്തുകൊണ്ടാണ്? ഒരു ചതിക്കൊരു പരിധിയുണ്ട്. ഒരു കാര്യം അവസാനിക്കുമ്പോഴേ ചതി വരൂ. സാർവത്രികമായി ചതി ഉണ്ടാവും. ഏത് അനാവശ്യവും ചെയ്തു തുടങ്ങിയാൽ ആവശ്യമായി മാറും. തിരിഞ്ഞില്ല. ഏതനാവശ്യവും ചെയ്തു തുടങ്ങിയ ആവശ്യം. ജാസറിന് ശേഷം ഉറങ്ങി 2 ദിവസം ഉറങ്ങി വെക്കാം. 3-ാമത്തെ സ്ഥലത്ത് ആവശ്യവും. എല്ലാ നാസ്തക്കും പൊറാട്ട നോക്കാം. ഈ പൊറാട്ട എന്നില്ലെങ്കിൽ എനിക്ക് നാസ്ത കഴിച്ച മാതിരി തോന്നൂല. എല്ലാ ദിവസവും 2 ബെഡ് ഇട്ട് കിടന്നു നോക്കാം. ഒരു ബെഡാണെങ്കിൽ അന്ന് എനിക്ക് ഉറക്കം വരില്ല. 2 ബെഡ് ഇട്ട സമയത്ത് തന്നെ ആവശ്യമാണ്. പിന്നെ അതെന്താവും? ആവശ്യം. മനുഷ്യൻ്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ പോലെയാണ്. മുല കൊടുക്കുകയാണെങ്കിൽ ഉമ്മ മുല കൊടുക്കാൻ തയ്യാറായാൽ കുട്ടി യുവാവായാലും ആ മുലനെ കൊടുക്കും. എപ്പോഴെങ്കിലും ഉമ്മ അടിച്ചിട്ട് ചിരി പൊട്ടിച്ചാലോ പിന്നെ വഴിക്ക് വരില്ല. മനസ്സിലായില്ല? മനുഷ്യാത്മാവ് ഒരു കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, ആ മനുഷ്യന് നീ സൗകര്യം ചെയ്തു കൊടുത്താൽ ഷബ്ബ, അവൻ യുവാവായി തീരും. അല്ല അഹ്ബിറല്ലാഹി, ഉമ്മാൻ്റെ മലപ്പാൽ കുടിച്ചുകൊണ്ട് തന്നെ. മറ്റേ അടികൾ കൊടുത്തു, അടി കൊടുത്തിട്ട് ചുണ്ടെന്ന് ചോരൻ കുട്ടി പിന്നെ വരില്ല. കഴിഞ്ഞ് ഇനി വരില്ല. അതന്നെ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യൻ അനാവശ്യം ചെയ്ത ആവശ്യം ഗൾഫിലെ ആവശ്യമുള്ള സംഗതിയല്ല. കാരണം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യം ഇതാണ്. ലോകത്തെ ഏറ്റവും സമ്പത്തുള്ള രാജ്യം കേരളമാണ്. ലോകത്ത് അല്ല, എന്തിനാണ് കോളനൈസേഷൻ വന്നത്? എന്തിനാണ്? സമ്പത്ത് കൊള്ളയടിക്കാനാണല്ലോ കോളനൈസേഷൻ വന്നത്. രാജ്യങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. AD നേരത്തെ ഉണ്ടായിരുന്നു, പിന്നീട് തടയപ്പെട്ടു. പിന്നെ കാലഘട്ടത്തിൽ AD 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും ഡീകോളനൈസേഷൻ വരുന്നത്. ഈ കോളനൈസേഷൻ്റെ കാലഘട്ടത്തിൽ വന്ന ആദ്യത്തെ കോളനി ഏതാ? ഈ ഭൂമിയിലെ ആദ്യത്തെ കോളനി, അതായത് 2-ാം ഘട്ടത്തിലുള്ള ആദ്യത്തെ കോളനി കേരളമാണ്, മലബാറാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള രാജ്യം കേരളമാണ്. ഇവിടെ സുലഭമായി കിട്ടിയിരുന്നതാണ് കുരുമുളക്. ചില നാടുകളിൽ പണത്തിന് പകരം ഉപയോഗിച്ചിരുന്നു. അതായത് പൈസ എണ്ണി കൊടുക്കുന്നതിന് പകരം കുരുമുളക് എണ്ണി കൊടുക്കും. അതെ, കാരണം ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനമാണ് എന്ത്? കുരുമുളക്. പൈസ എണ്ണി കൊടുക്കുന്നതിന് പകരം കുരുമുളക് കൈവശം വെക്കുന്ന ആളുകൾ നികുതി കൊടുക്കേണ്ട ഒരുപാട് രാജ്യങ്ങൾ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. കുരുമുളക് കൈവശമുണ്ടോ നികുതി കൊടുക്കണം. അതായത് അവൻ മില്യണറായി കണക്കാക്കപ്പെടും. ഇല്ല, ഒരാള് അങ്ങനെയാണ്. അന്ന് പൊടിയുടെ അല്ലേ ഒരാൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ, വലിയ വലിയ പ്രഭുക്കളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണി കൊടുക്കുക. ഒരാൾക്ക് ഇത്ര മണി അങ്ങനെയൊരു കാലത്ത് അതിന് മാത്രം സമ്പത്തുള്ള രാജ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. ഇവിടുത്തെ വിഭവങ്ങൾ നേരാൻ വണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ, സ്വപ്നമില്ലാതെ ജീവിച്ചാൽ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഇതെമ്പാടും ഉണ്ട്. പിന്നെ ആ ധനത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ചു. നമ്മൾ പോയി. അപ്പോൾ പോയപ്പോൾ എന്തായി? ആവശ്യമില്ലാത്ത പിന്നെ എന്തായി?
പോയോക്കുമ്പോൾ ആവശ്യമായി. ഒരാൾക്ക് ജുമാക്ക് പോകാൻ ഒരു വസ്ത്രം സാധാരണ ഉണ്ടായിരുന്ന വസ്ത്രം അട്ടി അടിച്ച് വാങ്ങിക്കൽ സൗകര്യ ഒരാളുടെ രീതിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു 12 ജോഡിയെങ്കിലും ഇല്ലെങ്കിൽ എന്താണ് തോന്നുക? വസ്ത്രമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതലേ 2 ജോഡി. ജുമുഅ, കല്യാണം, ആഘോഷങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ ഒരു വസ്ത്രം, സാധാരണ ഒരു വസ്ത്രം, ഇതാ മനുഷ്യന് ആവശ്യമുള്ളൂ. 2 ജോഡി. ഇന്ന് ഓരോരുത്തർക്ക് എത്ര ജോഡിയാ? ഇന്ന് ഓരോരുത്തർക്ക് എത്ര ജോഡിയാ? അപ്പൊ ഈ അനാവശ്യത്തെ 1 കിലോ ഇറച്ചി വാങ്ങിയാൽ 25 ആളുള്ള പേരേക്ക് അത് മതിയാവും. 1 കിലോ ഇറച്ചി 25 അങ്ങനെ തന്നെയല്ലേ? 25 ആളുള്ള പേരേക്ക് അത് മതിയാവും. ഇന്ന് ഭാര്യയും ഭർത്താവുള്ളോടത്ത് 1 കിലോ മതിയാവില്ല. ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും എത്ര കിലോ ഇറച്ചിയാവും? ഒരു 3 കിലോ ഇറച്ചി. 1 കിലോ ചോദിക്കളന്നെ മാനക്കട. 1 കിലോ ഇറച്ചി പറഞ്ഞാൽ ഇറച്ചിക്കാരൻ ഒന്നും നോക്കും. ഒരു കാലത്ത് ഞാൻ 25 തറവാട്ട് പരിയിൽ 25 ആളാ, 25-26 ആളൊക്കെ ഉണ്ടാവും തറവാട്ട് പരിയിൽ. ആഴ്ചയിൽ 1 കിലോ ഇറച്ചിയാണ്. വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ അമ്മാവൻ്റെ മകൻ ഇസ്മായിലും പോയിട്ടാണ് ഇറച്ചിക്ക് 3 കിലോമീറ്റർ പോകണം ഇറച്ചി കിട്ടണമെങ്കിൽ. അക്കാലത്ത് ഇറച്ചിയാണ് അപൂർവസ്ഥ. 3 കിലോമീറ്ററിൽ ഒരു അറിവ, അതും വെള്ളിയാഴ്ച ആക്കുക. പിന്നല്ല നേരം നമ്മൾ ഓടുന്നത്, ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് ഇറച്ചി തീരുന്നു വിചാരിച്ചിട്ടില്ല. ഇറച്ചി തരില്ല. സ്കൂളിൽ പോകണം, 3 കിലോമീറ്റർ അങ്ങോട്ട് ഓടണം, തിരിച്ച് ഇങ്ങോട്ട് ഓടണം, എന്നിട്ട് 2 കിലോമീറ്റർ സ്കൂളിലേക്ക് ഓടണം. അതിനൊരാൾക്ക് ഇറച്ചി, അതാണ് ഇറച്ചി. അങ്ങനത്തെ ഒരു ഇറച്ചി കഴിച്ച ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഓന് ക്യാൻസർ ഉണ്ടാവും. പറയടോ, ഇപ്പൊ എല്ലാവർക്കും കൊളസ്ട്രോൾ. എന്താ കാരണം? ഗൾഫ് വന്നു, പണം യഥേഷ്ടം വന്നു. പണ്ട് അങ്ങനെയല്ല. ഒരു സിസ്റ്റത്തിനനുസരിച്ച് പോയാൽ ഒരു രോഗം ഉണ്ടാവും. ഇനി നമുക്ക് സിസ്റ്റം ഇല്ല. പണ്ടത്തെ ആളുകൾക്ക് ജബർദസ്തിയാണ് സിസ്റ്റം. അങ്ങനെ ഒരു ഇറച്ചി കിട്ടൂല, അപ്പൊ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാനല്ല, അളിയാക്ക വിരുന്ന് വരുമ്പോൾ മാത്രം ചായയിലുണ്ടാവുന്നതാണ്. എന്ത് പഞ്ചസാര? പഞ്ചസാര ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് പഞ്ചസാര ഇല്ല. എനിക്ക് 20 വയസ്സാവുന്ന വരെ പഞ്ചസാര ഇല്ല. പഞ്ചസാര ഉണ്ടാവും. ഒരു 100-200 പഞ്ചസാര കൊണ്ടുവന്നിട്ട് 1/2 കിലോ ഒന്നും വാങ്ങൂല. 1/2 കിലോ പഞ്ചസാര ഒന്നും വാങ്ങാനില്ല. 5 പൈസ നോക്കി പറഞ്ഞ അതൊരു മനുഷ്യൻ പറയും. ഒരു 100-200 പഞ്ചസാര, 100 പഞ്ചസാര വാങ്ങി അതങ്ങനെ സൂക്ഷിച്ചു. ആരെങ്കിലും വിരുന്നേര് വന്നാൽ അവർക്ക് ഇട്ട് കൊടുക്കാൻ. മേത്തരം വിരുന്നേര് നമ്മളെപ്പോലത്തെ ആണെങ്കിൽ എടുക്കൂല. അതുകൊണ്ട് എന്തില്ല? ഷുഗർ ഇല്ല. എന്തുകൊണ്ട്? ഷുഗർ പഞ്ചസാരയല്ല. കരിമ്പും ഷുഗറും തമ്മിൽ യാതൊരു ബന്ധമില്ല. 19-ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷുകാരനോ മറ്റോ, ഇനി ജർമ്മൻകാരനോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ തൻ്റെ ലബോറട്ടറിയിൽ, ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ചില രാസപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് അയാളെ ചോറ് കഴിക്കാൻ ക്ഷണിച്ചു, ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. അയാൾ തിരക്കിലായതുകൊണ്ട് അയാൾ പോയില്ല. അപ്പോൾ ഭാര്യ വന്ന് ശകാരിച്ചു, ഭക്ഷണത്തിന് എന്താ ഭക്ഷണം കഴിക്കാതെ? അപ്പോൾ അയാൾ ഓടിപ്പോയി എന്ത് ചെയ്തു? ഭക്ഷണത്തിനിരുന്ന് അതിനിടയിൽ അയാൾ ഭാര്യയുടെ ഈ ആക്ഷേപം കേട്ടിട്ട് എന്ത് ചെയ്തില്ല? കൈ കഴുകിയില്ല. കൈ കഴുകാതിരുന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ ഭക്ഷണം മധുരമായി തോന്നി. അപ്പൊ ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ മധുരട്ടിരുന്നോ? ഇല്ല, മധുരട്ടിട്ടില്ല. പിന്നെ അതെങ്ങനെയാണ്? അപ്പൊ പരീക്ഷിച്ച് നോക്കുമ്പോൾ ഈ രാസഘടകങ്ങൾ മധുരമുള്ളതാണ്, ആ കെമിക്കൽസ്. അപ്പോൾ ആ കെമിക്കൽസിൽ നിന്ന് മധുരം ഉൽപ്പാദിപ്പിക്കാമെന്ന് അയാൾ കണ്ടെത്തി. അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്ത്? ഷുഗർ കാറ്റ്. അതിന് കാരണം അതിൽ കരിമ്പ് റസാന്തനല്ലേ. ഇപ്പോൾ ശർക്കരയെ വിശ്വസിക്കേണ്ട. എന്തുകൊണ്ട്? ആയുർവേദത്തെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഇപ്പോൾ ശർക്കരയും വിശ്വസിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആയുർവേദം എന്ന് പറഞ്ഞാൽ അലോപ്പതി ഗുളികകൾ പൊടിച്ചിട്ടത് നമ്മളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. 1% ആയുർവേദം മരുന്നുള്ളത്. അത് മരുന്ന് കമ്പനി ചെയ്തു എന്ന് ഞാൻ പറയല്ല, ചെയ്തില്ല എന്ന് പറയല്ല. എന്നാൽ അങ്ങനെ ചികിത്സിക്കുന്ന ഇഷ്ടംപോലെ ആയുർവേദ ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇന്ന് ആയുർവേദ ഡോക്ടറെ വിശ്വസിക്കരുത്. അലോപ്പതി ഏതായാലും വിശ്വസിക്കാൻ പറ്റാത്ത സാധനമാണ്.
മനസ്സിലാവും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ മനുഷ്യന്റെ ആരോഗ്യം, ഇന്നിപ്പോ നമുക്ക് പഞ്ചസാര ആകാൻ മടിയില്ല. ഒരു വീട്ടിലേക്ക് 2 ആളാണെങ്കിലും 10 കിലോ പഞ്ചസാര ആണോ? അല്ലേ? പറയൂ. 25 ആളുണ്ടായിരുന്ന പണ്ട് കാലത്തെ വീട്ടിൽ 200 പഞ്ചസാര വാങ്ങിത്ത മനുഷ്യൻ പറയും. കരാൾ കെട്ടിപ്പാത്ത 1 മാസം കഴിഞ്ഞാൽ കെട്ടി വയ്ക്കേണ്ടി വരില്ല, പൈസ ഉണ്ടാവില്ല. എന്നുള്ളത് 50 പഞ്ചസാര എത്ര ഉണ്ട്? 50 ഗ്രാം പഞ്ചസാര എത്ര ഉണ്ടോ? ചിലപ്പോൾ അതൊരു മാസം കൊണ്ട് തീരൂല. എന്തുകൊണ്ട്? അതിന് ഇതൊക്കെ വിരിഞ്ഞാൽ 1 മാസം വരില്ല. ശർക്കര ചായ, ആ ശർക്കര ഔഷധാണ്, അത് ഒറിജിനൽ കരിമ്പാണ്. ഇന്നത്തെ ശർക്കര അല്ല. ഇന്നത്തെ ശർക്കര വിശ്വസിക്കണ്ട. ഇന്ന് ശർക്കര വിശ്വസിക്കാൻ പറ്റില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുണ്ടല്ലോ പറയണത് നമുക്ക് ശർക്കര ഒഴിവാക്കിയിട്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് എന്താക്കാം? വിശ്വസിക്കാൻ പറ്റില്ല. ശർക്കര എന്തെന്നെ ബഹുമാനപ്പെട്ട ഒരു തവിട്ട് നിറമുള്ള വേറൊരു കെമിക്കലും പൊതിഞ്ഞു വരുന്ന ബഹുമാനപ്പെട്ട പഞ്ചസാരയാണ് എന്ത്? ശർക്കര. അതാണ് ശർക്കര. വിശ്വസിക്കില്ല. ഒക്കെ ഒന്നാണ്. ലോകത്ത് ചതിയല്ലാത്ത ഒരു സാധനമില്ല. എല്ലാത്തിനും ചതിയാണ്, എല്ലാത്തിനും ചതിയാണ്. എന്തുകൊണ്ട് ചതിയായി? എന്തുകൊണ്ടാ ചതിയായത്? ലോകം മുഴുവൻ ചതിയായത് എന്തുകൊണ്ടാ? പറയും. എന്തുകൊണ്ടാ? ഒരു ചതിക്കൊരു പരിധി ഉണ്ട്. ഒരു കാര്യം അവസാനിക്കുമ്പോഴേ ചതി വരൂ. സാർവത്രികമായി ചതി ഉണ്ടാവും. പണ്ട് ചതികളുണ്ട്, ഇപ്പൊ ചതിയേ ഉള്ളൂ. പണ്ട് ചതിയുണ്ട്, ഒറിജിനാലിറ്റി നടക്കേണ്ട ഇടയിൽ ചതി നടക്കും. ഇപ്പോൾ ഒറിജിനാലിറ്റി എന്ന് തന്നെ ഇല്ല. നീ ഒറിജിനാലിറ്റി പറ്റൂല. എന്തുകൊണ്ട്? ചതിക്കനുസരിച്ചായി ബിൽഡ് ചെയ്യപ്പെട്ടു നമ്മുടെ ബോഡി. നീ ഒറിജിനൽ സാധനം തന്നാൽ നമുക്ക് ബോധം കിട്ടും. എല്ലാം അങ്ങനെയാണ്. എന്തുകൊണ്ട്? ലോകം അവസാനിക്കാൻ പോവാണ്. ഈ ലോകം അവസാനിക്കാൻ പോകുമ്പോൾ ചതിയാണ്. ലോകത്തെല്ലാം ചതിയാണ്. ലോകം മുഴുവൻ ചതിയായി. ലോകം മുഴുവനും ചതി. അതന്നെ, ലോകം മുഴുവനും ചതിയായി എന്നതാണ്. ലോകം മുഴുവൻ ചതി. 1627 ആണ് സർ ഐസക് ന്യൂട്ടൺ മരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. 1627 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ന്യൂട്ടൺ മരിച്ചിട്ട് എത്ര വർഷമായി? 400 വർഷം ഏകദേശം, അല്ലേ? ന്യൂട്ടനെ പുറത്തൊരാൾ പിന്നെ വന്നില്ലല്ലോ. എന്തുകൊണ്ട്? വിദ്യാഭ്യാസത്തിൽ സംഭവിച്ച ചതിയാണ് കാരണം. ഒറിജിനാലിറ്റിയിലെ ഉൽപ്പന്നമാണ് ന്യൂട്ടൻ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി അക്കാദമിക്കൽ സ്റ്റഡീസ് അധികരിക്കും. എന്തുണ്ടാവില്ല? കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവില്ല. ഫിസിക്സിൽ ഒരു നോബൽ സമ്മാനം കിട്ടിയിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു? 50 കൊല്ലം. എന്തതിനു ശേഷം ഫിസിക്സ് കഴിഞ്ഞു. വിജ്ഞാനത്തിൽ ചതി കയറി. ഇനി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. ചിന്തിക്കണം. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഫിസിക്സിൽ അവസാനമായി നോബൽ സമ്മാനം കിട്ടുന്ന ഡോക്ടർ അബ്ദുസലാമിനാണ്, പാകിസ്ഥാനി. അത് കഴിഞ്ഞിട്ട് 50 വർഷമായി. ഇന്ന് വരെ ഫിസിക്സിൽ ഒരാൾക്ക് പിന്നെ നോബൽ സമ്മാനം കിട്ടില്ല. എന്തുകൊണ്ട്? വിജ്ഞാനത്തിൽ ചതി കൂടി. എന്തൊരു ചതി കൂടി. ജനോപകാരപ്രദമായ കാര്യങ്ങൾ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അവശിഷ്ടം കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതോ അതിന്റെ അധികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതിനെന്തെങ്കിലും ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുൽകാൻ അതിൻ്റെ ആളുകൾ തയ്യാറാകുന്നില്ല എന്നത് മാത്രമാണ് കാരണം. മുസൈലിമയെ പോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള നിരീശ്വരവാദികൾ സബദൂൻ, നീർക്കുമിളകൾ മാത്രമാണ്. അള്ളാഹു തകർത്തെറിയുന്നതാണ് കൈതഹു, അത്തരം ആളുകളുടെ ചതികളെ. പിന്നെ അതായത് അതിനൊന്നും ഒരു ശേഷിപ്പില്ല. ഇപ്പൊ മുസ്ലിമൊക്കെ ഒരു ശേഷിപ്പില്ല. നബിയുടെ കുടുംബം ഒന്നും ഇവിടെ ബാക്കിയുണ്ട്, അല്ലേ? മുസ്ലിമയുടെ ഒരു കുടുംബം ഇല്ല ലോകത്ത് എവിടെയില്ല. അതേസമയം അതൊക്കെ നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കണം. അബൂജഹലിന്റെ കുടുംബം കാണാനില്ല, നബിയുടെ കുടുംബം കാണാനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാണ്. നമ്മുടെ നാട്ടിൽ വരെ 10,000-കണക്കാണ് നബിയുടെ കുടുംബം. ഓരോ നാട്ടിലുണ്ട്. എല്ലാ അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഏഷ്യൻ രാജ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആരുണ്ട്?
ഈ റസൂലുള്ളാഹിന്റെ തലക്ക് ഈ മനുഷ്യനെ കൊന്നാൽ 100 ഒട്ടകം ഇനാം വിളിച്ചതാ. ഇനാം വിളിച്ചൊരു തറവാടുപ്പല്ല. ആ മനുഷ്യന്റെ തറവാട് 10,000 കോടിക്കണക്കായ അരഹുലുവൈത്ത് ഇന്ന് ബാക്കിയുണ്ട്. സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നത് ശേഷിക്കും. തെർത്തക്കൈ മുകളിലേക്ക് കയറിക്കൊണ്ട് തന്നെ. അതാണ് പറഞ്ഞത്. അപ്പൊ ഏത് ജനോപകാരപ്രദമായ കാര്യം നിലനിൽക്കും. ഇന്ന് ലോകത്ത് ചതി വന്നു. എന്തുകൊണ്ട്? ലോകത്തിന് ഇനി ഒരു ശേഷിപ്പുണ്ടാവില്ല. ഏതൊരു കാര്യം നന്മയാണോ അത് ശേഷിക്കും, ചതിയാണോ അത് നശിക്കും. അല്ലാഹു ചതിയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവ ചിന്തിക്കും. പിന്നെ ഖുറൈശികൾ കദ്ദബൂഹു, നബിയെ കളവാക്കി, വഖാതലു, നബിയോട് യുദ്ധത്തിന് വരികയും ചെയ്തു. അപ്പോൾ സത്യത്തിന്റെ വാള് ചീന്തിക്കളഞ്ഞു. അഹ്ല തഫസ്സുഖി, എല്ലാ തമ്മാടിക്കൂട്ടങ്ങളെയും. മസ്സഖ തംസീഖ് പറഞ്ഞാൽ ചിന്ന ഭിന്നമാക്കുക. തമ്മാടിക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാക്കി സത്യത്തിന്റെ വാൾ ഉയർന്നപ്പോൾ അവരിങ്ങോട്ട് വന്നതാണ്. വാൾ ഉയർത്തിയവൻ വാളാൽ നശിക്കും. ഒരിങ്ങോട്ട് വന്നതാ. നബി അങ്ങോട്ട് പോയിട്ടില്ല. മനസ്സിലോണ്ട് പറഞ്ഞത് ചിന്തിക്കണം, 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 ചിന്തിക്കണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയിട്ടേ ഇല്ല, അങ്ങോട്ട് പോയിട്ടേ ഇല്ല. റോമക്കാരോട് പോലും യുദ്ധം ചെയ്യാൻ കാരണം എന്താണ്? ജോർദാനിലെ രാജാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ച കത്ത് അസ്ദി ഗോത്രക്കാരനായ ഒരു സഹാബിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് കൊടുത്തയച്ചു. ജോർദാനിലെ ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് എന്ത് ചെയ്തു? റോമക്കാർ പിടികൂടി ആ കത്ത് കൊണ്ടുവന്ന സമാധാന ദൂതനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതിന് മറുപടി കൊടുക്കൽ നിർബന്ധിതനായി. കാരണം എന്തുകൊണ്ട്? ദൂതന്റെ മേൽ ദൂതനെ ആക്രമിക്കാൻ പാടില്ല. യുദ്ധ കാലഘട്ടത്തിലാണെങ്കിലും ആരെ സംരക്ഷിക്കപ്പെടണം? ദൂതന്മാരെ. യുദ്ധകാലത്തിൽ പോലും സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഏത് രാജ്യത്തൊരു ദൂതനാന്നുള്ള തെളിവ് കാണിച്ചു കൊടുത്താൽ അയാൾ അടുത്ത രാജ്യത്ത് എത്തിച്ചു കൊടുക്കും. എന്തുകൊണ്ട്? ദൂതന്മാർ പരസ്പരം നടക്കുക എന്നതാണ് ലോകത്ത് സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ കാര്യം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ദി ഗോത്രക്കാരനായ ഒരു സഹാബിയെ ജോർദാനിലെ ഒരു റോമൻ ഗവർണർക്ക് കത്തുമായി പറഞ്ഞയച്ചു. ഈ സഹാബി ഇന്നത്തെ മൂത്തായിലെത്തിയപ്പോൾ, മനസ്സിലായില്ലേ, കെർക്ക് നടന്ന സ്ഥലത്തിന് പറയാം, അപ്പോൾ റോമക്കാർ അദ്ദേഹത്തെ പിടിച്ച് കൊന്നു. ഞാൻ സമാധാന ദൂതനാന്ന് പറഞ്ഞു. ഞാൻ അതിക്രമിച്ച് കയറിയല്ല. ഞാൻ ഇന്നാല ആൾക്കുള്ള ദൂതുമായി വന്നതാണ്. ഞാൻ സമാധാന ദൂതനാണ്. കത്തണിച്ചു കൊടുത്തു, എന്നിട്ട് കൊന്നു. അപ്പൊ റോമക്കാരോട് പോലും നബി യുദ്ധം ചെയ്തത് വെറുതെ അല്ല. അവര് ഇങ്ങോട്ട് കളിച്ചു. എന്നിട്ടും അവരെ കയ്യിൽ ലക്ഷക്കണക്കായ പട്ടാളക്കാരുണ്ടായിരിക്കവേ നബി അവർക്കെതിരെ അയച്ചത് എത്രയാണ്? 3000 ആളുകളെ. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നവരോടല്ലാതെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമക്കാരോട് യുദ്ധത്തിന് അയച്ചു ഒരു വട്ടം. പിന്നെ നബി നേരിട്ട് യുദ്ധത്തിന് പോകുന്ന ഒരു ഘട്ടം തെബൂക്കാണ്. തെബൂക്കിൽ നബി ഉണ്ട് എന്നപ്പോൾ റോമക്കാർ ഓടിക്കളഞ്ഞു. യുദ്ധം ഉണ്ടായില്ല. മനസ്സിലുണ്ട് എന്തുകൊണ്ട്? തെബൂക്കിലുള്ള ചില ക്രിസ്ത്യൻ ജൂതഗോത്രങ്ങളെ റോമക്കാർ ആക്രമിക്കുന്നു എന്ന വിവരം, ആക്രമിക്കാൻ ഒരുമിടുന്നുണ്ട്, ഞങ്ങളുടെ മേൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർ മദീനയിൽ വന്ന് നബിയോട് സഹായം അഭ്യർത്ഥിച്ചു. ആര്? ക്രിസ്ത്യാനികളും ജൂതന്മാരും. സഹായിക്കണം, ഞങ്ങൾക്ക് വിഷമത്തിലാണ്, ഞങ്ങൾ റോമൻ ആക്രമണ ഭീഷണിയിലാണ്. അപ്പോൾ റസൂൽ അവിടെ വന്ന് 20 ദിവസം താമസിച്ചു. അപ്പോൾ റോമക്കാർക്ക് മനസ്സിലായി ഇത് നബിയുടെ സംരക്ഷിത സമൂഹമാണ്. പിന്നെ തൊട്ടിട്ടില്ല. കാരണം വിവരം അറിയും. യുദ്ധം ഉണ്ടായിട്ടില്ല, തിരിച്ചു. അത്ര തന്നെ. അപ്പൊ ഇങ്ങോട്ട് വന്നവരോ അതാണ് പറഞ്ഞത്. എന്ത്? ഇന്നാ ഖുറൈശൻ കദ്ദബൂഹു വഖാതലു ഫമസ്സാഖ സൈഫുൽ ഹഖ് അഹ്ലാ തഫസ്സുഖി. ഒരു യുദ്ധം മക്കയിൽ ഉണ്ടായിട്ടില്ല, എല്ലാം മദീനയിൽ ഉണ്ടായത്. എന്താ കാരണം? തലക്കൊടുക്ക്. ഒരു യുദ്ധം മക്കയിൽ ഉണ്ടായിട്ടില്ല, എല്ലാ യുദ്ധം മദീനയുണ്ട്. എന്താ കാരണം? ബദർ മദീനന്റെ പരിസരമാണ്, ഉഹദ് മദീനയുടെ പരിസരമാണ്, ഖന്തഖ് മദീനയുടെ പരിസരമാണ്. പറഞ്ഞുതരാം, മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഒരു യുദ്ധവും എന്തുണ്ടായില്ല? മദീനയിലുണ്ടായില്ല, മക്കയിലുണ്ടായിട്ടില്ല. എവിടെ ഉണ്ടായത്? മദീനയില്ല. എന്തുകൊണ്ട്? അവരിങ്ങോട്ട് വന്നതാണ്.
ഖൈബർ മദീനയുടെ പരിസരത്തുള്ള ഒരു ജൂതഗോത്രങ്ങൾ താമസിക്കുന്ന 8 സുഭദ്രമായ കോട്ടകൾ അടങ്ങിയ പ്രദേശമാണ് ഖൈബർ. അത് മദീനയുടെ പരിസരത്താണ്. അവർ ഒരു ശല്യത്തിൻ്റെ സ്ഥലമാണ് ഖൈബർ. അതായത് ഏത് മദീനയെ ആക്രമിക്കേണ്ടവർക്കും വന്നിട്ട് ഒളിത്താവളമായി സൗകര്യം ഖൈബർ ചെയ്തു കൊടുക്കും. ഖൈബറുകാരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഖൈബർ 8 കോട്ടകളാൽ സുഭദ്രമാക്കപ്പെട്ട പ്രദേശമാണ്. അതിനുള്ളിൽ കാര്യം ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഖൈബറിൽ 8 കോട്ടകളാണ് ഖൈബറിൽ. അത് മദീനയുടെ പരിസരത്താണ്. മക്കയിലൊരു യുദ്ധം നടന്നിട്ടില്ല. എന്തുകൊണ്ട്? നബി ഒരാളോട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പോയിട്ടില്ല. തലക്കൊടുക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ബദർ മദീനയുടെ അടുത്ത സ്ഥലമാണ്. അവരിങ്ങോട്ട് വന്നു. കച്ചവട സംഘത്തെ ഉപരോധിച്ച് ഞങ്ങളെ പിടിച്ചടക്കിയ സമ്പത്ത് കിട്ടണം എന്ന് പറയാൻ വേണ്ടിയാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. എങ്ങോട്ട്? ഈ കച്ചവട സംഘത്തെ വഴിയിൽ തടയാൻ. ഞങ്ങളെ പണം കിട്ടണം, ഞങ്ങളെ പണങ്ങൾ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങളെ സമ്പത്ത്, മുഹാജിരിങ്ങളെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1000-ഓളം ആളുകൾ ഷാമിൽ പോയി വരുന്ന സമയത്ത് കച്ചവട സംഘത്തെ തടഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു പ്രശ്നം ഉണ്ടാക്കുക. അപ്പം എന്താവും? ഒരു തീരുമാനം വരും, ഞങ്ങൾ പൗതി തരാം. ഷാമിലേക്കുള്ള വഴിയിലാണ് മദീന. അപ്പം ഈ കച്ചവടം മുടങ്ങിയാൽ മദീന പട്ടിണിയാവും. അപ്പം അവർ ഒരിക്കലും ഈ കച്ചവടം മുടക്കാൻ തയ്യാറാവില്ല. തിരിഞ്ഞില്ല. സത്യത്തിൽ അതൊരു എന്താണെന്നറിയോ, ഒരു പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് ഇപ്പം നമ്മളെ വീട്ടിലെ പരിസരത്തൂടെ ഒരു കച്ചവട സംഘം യാത്ര ചെയ്യുകയാണെങ്കിൽ ആ കച്ചവട സംഘം നമുക്ക് തരാനുണ്ടെങ്കിൽ ഇവരെ വെച്ച് നമ്മളവർ ഉപരോധിക്കും. കൊല്ലൊന്നുമില്ല. എന്ത്? നമ്മളെ പൈസ തരണം, നിങ്ങൾക്ക് ഇവിടെ പോകേണ്ടതാണ്. അപ്പോൾ ഇവരെ കൊടുക്കാൻ തയ്യാറോ? എന്തുകൊണ്ട്? ഇവർക്ക് ഇതിലെ സുഗമമായി പോകേണ്ടതുണ്ട്. കാരണം ഇവരെ കഞ്ഞികൂടി നടക്കുന്നത് ഈ ഒരു യാത്ര കൊണ്ടാണ്. ഷാമിലേക്കുള്ള വഴിയിലുള്ള കച്ചവട സംഘത്തെ തടഞ്ഞാൽ എന്തേ ആവശ്യമുള്ളൂ? ഞങ്ങൾ യുദ്ധത്തിനൊന്നല്ല, ഞങ്ങൾ മുതലിങ്ങൾ അവിടെ പിടിച്ചിട്ടുണ്ട് മക്കയിൽ, മുഹാജിരിങ്ങളെ ആ പൈസ തരണം. അപ്പോൾ ഒരു മദ്യം പറയല്ലോ, മദ്യം പറഞ്ഞാൽ 10% കിട്ടിയാലും ഇവർക്ക് കാര്യമല്ലേ? ഒരു പട്ടി നടക്കുകയാണ്. ആര്? മദീനക്കാർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലാകുള്ളത് 70 ഒട്ടകമാണ്. ഇവർ 300 ചില്ലാൻ ആളുകൾ 70 ഒട്ടക പുറത്ത് പോയാൽ എത്ര ദൂരം പോകും? മെല്ലെ മെല്ലെ നടക്കുകയാണ്. ഇവർ ബദറിൻ്റെ ഏരിയയിലെത്തിയപ്പോഴത്തിന്, കച്ചവട സംഘം യാത്ര ചെയ്യുന്ന ഏരിയയിലെത്തിയപ്പോഴത്തിന് എന്തായി? കച്ചവട സംഘം അടിച്ചു പോയി. അവർ സുരക്ഷിത ഏരിയയിലെത്തി. അപ്പോൾ യാതൊരു കാരണവശാലും യുദ്ധത്തിനുള്ള ചാൻസ് ഇല്ല. ഈ വിവരം ചില ആളുകൾ പോയി മക്കയിൽ അറിയിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും നമ്മളെ കച്ചവട സംഘത്തെ തടഞ്ഞ് ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി തടയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ ഇവർക്ക് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. എന്ത്? മക്കക്കാർക്ക് ഞാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? കച്ചവട സംഘം ഇവിടെ തലയിട്ടുണ്ട്. ഇനി ഓടിയാൽ പോലും ഈ കച്ചവട സംഘത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അനുയായികൾക്ക് കിട്ടൂല. അവർ സുരക്ഷിതമായ സ്ഥലത്ത് ആരെത്തി? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം സുരക്ഷിത ഏരിയയിൽ എത്തി. അപ്പൊ മക്കക്കാർക്ക് ഇനി അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് അഹങ്കാരം മുട്ടും. അങ്ങനെ നമ്മളെ കച്ചവട സംഘത്തിന് തടയാൻ പോനാര്? അപ്പൊ അവരവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഓല കാലം കോഴി കൂവി എന്ന് പറഞ്ഞ അത്ര മതി. മനസ്സിലായില്ല? ഓല സമയം എടുത്തു എന്ന് അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കച്ചവട സംഘം തടയാൻ മാത്രം ഒന്നല്ലാത്ത ഓലെങ്ങനെ നമ്മളെ അത് നമുക്ക് കുറച്ചിലാണ്. അതിന് പകരം വീട്ടിട്ട് തന്നെ ഈ അവസരം ഉപയോഗിച്ചിട്ട് മുഹമ്മദിനെ കൊല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരിപ്പോൾ ദരിദ്രന്മാരാ. ആകെ 300 ചില്ലാന. ഇവർ പടക്കോപ്പുകളും 1000 ചില്ലാന ആളുകളും മക്കത്ത് നിന്ന് വന്നു. അഹങ്കാരികൾക്ക് എപ്പോഴും എന്താ കിട്ടുക? ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് അല്ലാഹു തആല സഹായിക്കൂല. തന്നെ സംഭവിച്ച് ആ യുദ്ധത്തിന് അവർക്ക് വരേണ്ട ആവശ്യം ഇല്ല. വേണമെങ്കിൽ അടുത്തൊരു 6 മാസമോ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഷാമിലേക്കുള്ള രഹിലത്തെ സിത്തായി വസൈഫ്. ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഷാം യാത്ര. ആ സമയത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഈ ഒരു അവസരത്തിൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ നല്ലൊരു അവസരമാണ്. നമ്മളത് ഇഷ്ടമല്ല, പടക്കോപ്പുണ്ട്, ആളുണ്ട്, പോയി തല കൊടുത്തിട്ട് പോന്നു. ഒന്ന്, ഇവര് കർഷകരാണ്, സാധുക്കളാണ്, ഇവര് വാൾ പിടിക്കാൻ വരെ അറിയില്ല. ഇവരൊക്കെ രണശൂര പോക്കിരികളാണ്. അതന്നെ അതിനാണ് വിവരം കിട്ടി. അതന്നെ ഖന്തക്ക് എവിടെ ഉണ്ടായത്? മദീനയിൽ ട്രെഞ്ച് കുഴിച്ചു. എന്തുകൊണ്ട്? ശത്രു കൊണ്ട് കയറി വരുന്ന പ്രശ്നം. ഉഹദ് മദീന പള്ളിയിൽ നിന്ന് നടക്കാനല്ലേ ഉള്ളൂ. അവിടെയല്ലേ ഉഹദ് യുദ്ധം ഉണ്ടായത്.
ഷാമിലേക്കുള്ള കച്ചവട വഴിയിലാണ് എന്തുണ്ടായത്, ബദർ യുദ്ധം ഉണ്ടായത്. ഇനി ഏതായിട്ടും കഴിഞ്ഞില്ലേ? അത്രയല്ലേ ഉള്ളൂ ഖുറൈശികളുമായി. അതൊക്കെ മദീനയിലും പരിസരത്തുമാണ്. എന്തുകൊണ്ട്? അവരിങ്ങോട്ട് വന്നതാണ്. നബി എന്തല്ല, നബി പോയത് എന്ത് മാത്രം മക്കപ്പത്ത്, അത് യുദ്ധവുമല്ല, നേരെ കയറി പുറത്ത് വന്നപ്പോഴത്തിന് മക്കയിലെ നേതാവ് തന്നെ മുസ്ലിമായി. അത് യുദ്ധം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫി ദീനില്ലാഹി അഫ്വാജാ. നബി അങ്ങോട്ട് ഏറ്റ വിഷയമില്ല. അതുകൊണ്ടാണ് വഖാത്തലു, അവർ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നു. വഇന്ന ഖുറൈശൻ, നോക്ക് വഇന്ന ഖുറൈശൻ, ഖുറൈശികൾ കദബൂഹു, നബിയെ കളവാക്കി. വഖാത്തലു, നബിയോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നു. അപ്പോൾ ഫമസ്സക സൈഫുൽ ഹഖ്, സത്യത്തിന്റെ വാൾ ചിന്ന ഭിന്നമാക്കി. ആരെ? അഹ്ല തഫസ്സുഖി, തമ്മാടി കൂട്ടത്തെ. ഇന്ന ഖുറൈശൻ കദബൂഹു വഖാത്തലു فمزق سيف الحق أهل تفسقي أبادا جموعا كذبوه وحاربوا أفادا علوم الحق كل مصدقي أبادا جموعا എല്ലാ സംഘങ്ങളെയും അവിടുന്ന് തകർത്ത് കളഞ്ഞു. കദ്ദബൂഹു, കളവാക്കിയ. വഹാറബു, യുദ്ധത്തിന് വന്ന. അതായത് ഏറ്റാൻ വിടൂല, ഏൽക്കാൻ പോവില്ല. അതായത് വലത്തെ കവള് അടിച്ചാൽ ഇടത്തെ കവളും കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ല. ഏൽക്കാൻ പോവില്ല, ഏറ്റാൻ വിടൂല. അബാദജുമുഅൻ, ആ സമൂഹങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞു. ഏത് സമൂഹം? കദ്ദബൂഹു, കളവാക്കിയ. വഹറബു, യുദ്ധത്തിന് വന്നവരെയൊക്കെ തകർത്ത് കളഞ്ഞു. അതായത് ഏൽക്കാൻ പോവില്ല, വന്നാൽ വിടൂല. തന്നെ നിലപാട്, തന്നെ നിലപാട്. വലത്തെ കവൾ അടിച്ച ഇടത്തെ കവൾ കാണിച്ച ഇസ്ലാം രീതിയല്ല. ഇസ്ലാം പറഞ്ഞ നീതിക്ക് വന്നതാ. നീതി വേദനയുടെ കാര്യമില്ല. വേദമുണ്ട് എന്ന് നടക്കൂല, നീതി നടക്കൂല. നീതിയെ പറ്റി വേദ പറയാം, നീതി നടക്കൂല. മേലെ ചോദ്യാവുന്ന കണ്ട മാത്രമേ നടക്കുള്ളൂ. എന്നാൽ നബി അങ്ങോട്ട് ഏൽക്കാൻ പോകില്ല. ക്ഷമിക്കും, അവസാനം വരെ ക്ഷമിക്കും. അതാണ് പറഞ്ഞത്. അബാദ ജുമുഅൻ, ആ സമൂഹങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. ഏത് സമൂഹം? കദ്ദബൂഹു, കളവാക്കിയ. പിന്നെ വഹറബു, യുദ്ധത്തിന് വന്ന. അഫാദ ഉലൂമൽ ഹഖ്, സത്യത്തിൻ്റെ വിജ്ഞാനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലവത്തായി പഠിപ്പിച്ചു. കുല്ല മുസദ്ദിഖിൻ, വാസ്തവമാക്കുന്ന എല്ലാവർക്കും. വിജ്ഞാനത്തിൻ്റെ അഫാദ ഉലൂമൽ ഹഖ്, സത്യത്തിൻ്റെ വിജ്ഞാനങ്ങളെ ഫലവത്തായി പഠിപ്പിച്ചു. കുല്ല മുസദ്ദിഖിൻ, അംഗീകരിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും. ശത്രുവിനെ പഠിപ്പിക്കേണ്ട ബാധ്യതയില്ല. ആരൊക്കെ ഇങ്ങോട്ട് നിന്ന് അംഗീകരിക്കുന്ന മനസ്സോട് വന്നോ അവർക്കൊക്കെ നേരിൻ്റെ നേര് പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ പറഞ്ഞത്? എല്ലാം ഉണ്ട്. അതായത് വാളിന് വാളുണ്ട്, അത് ഇങ്ങോട്ട് ഏറ്റാലേ ഉള്ളൂ. വാളും കൊണ്ട് നടക്കൽ നബിയുടെ പണിയല്ല, ഇല്ല. അതേ സമയത്ത് ഏറ്റാൽ വിടൂല നബിയുടെ പണി. അതോ അതേ സമയം നോക്കുന്ന ലോക ചരിത്രം എന്ന് പറഞ്ഞാൽ യോദ്ധാവിന് വിജ്ഞാനം ഉണ്ടാവില്ല, വിജ്ഞാനമുള്ള ഒരു യുദ്ധം അറിയില്ല. നബി അങ്ങനെയല്ല. വേണ്ടിയെന്ന് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്താൽ ആരും തകരും. വിജ്ഞാനോ വേണ്ടോളാണ്. ഒരു പൂർണ്ണ മനുഷ്യൻ. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമുക്ക് ഒന്നിന് പറ്റുന്ന ആളെ ഒന്നിന് പറ്റൂല. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ആളെ നിർത്താം, തല്ലാനായിട്ട് ഒരുത്തന്നെ ശമ്പളം കൊടുത്ത് നിർത്താം. തല്ലാൻ ഓന് അരക്കായി വിവരമുണ്ടാവില്ല. വിവരമുള്ളവനോ വിവരം എണിച്ചെടുക്കാനോട് കഴിയൂല. ഒരു രാത്രി അവനെ മുട്ടിക്കലങ്ങ എണ്ണക്കെട്ടൊന്ന് ഇതായി കൊടുത്താലും ഒരു ക്ലാസ്സൊക്കെ അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ആ ജാതിക്ക് വിവരമുള്ളവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ആരോഗ്യമുള്ളവർക്ക് വിവരം ഉണ്ടാവില്ല. ഒരുത്തൻ ആരോടും തല്ലാൻ ഉഷാറാണ്, പക്ഷെ അന്തം ഉണ്ടാവില്ല. ബാപ്പാനി തല്ലും, അന്തല്ല. മനസ്സിലായി പറഞ്ഞത്? അതല്ല റസൂലുള്ള. റസൂലുള്ളാഹിന്റെ കയ്യിൽ ശക്തി ഉണ്ട്, വിവരമുണ്ട്. ശക്തി വെറുതെ എടുക്കൂല, ഇങ്ങോട്ട് ഏറ്റാലേ എടുക്കുള്ളൂ, ഇങ്ങോട്ട് ഏറ്റാൽ വിടൂല. ആ വരിയിൽ ലോക ചരിത്രത്തിന് എതിരായ ശൈലിയാണ് റസൂലുള്ളാഹിൻ്റെത്. എന്ത്? അബാദ ജുമുഅൻ കദ്ദബൂഹു, കളവാക്കിയവരെ മുഴുവനും സമൂഹങ്ങളെ തകർത്തു. വഹറബ്, യുദ്ധത്തിന് വന്നവരെ. അഫാദ ഉലൂമൽ ഹഖ്, സത്യത്തിൻ്റെ മഹാവിജ്ഞാനങ്ങളെ ഫലവത്തായി പഠിപ്പിച്ചു. ആർക്ക്? കുല്ല മുസദ്ദിഖിൻ, അംഗീകരിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും. അപ്പൊ ആഴമുള്ള വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു. എന്നാ വിജ്ഞാനം മാത്രമാണോ ഉള്ളത്? വിജ്ഞാനം മാത്രമാണോ? അല്ല, വാളുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് ഏറ്റാലേ ഏൽക്കും, ഇല്ലെങ്കിൽ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് ആരെങ്കിലും തല്ലുകൊണ്ട് പോകില്ല. പിന്നെന്തേ മക്കയെ തല്ലുകൊണ്ടു? മക്കയെ തല്ലുള്ള അള്ളാന്റെ കൽപ്പനയാണ്. തല്ലുള്ള അള്ളാന്റെ കൽപ്പനയാണ്. പരമാവധി തല്ലുകൊണ്ടു ആളിന്ന് 23 കൊല്ലത്തെ പ്രബോധനത്തിൽ 14 കൊല്ലം തല്ലിട്ട്, പിന്നെ 9 കൊല്ലം തിരിച്ചു കൊടുത്തു. കൊല്ലം തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഒന്ന് മനസ്സിലായി, വിവരം കിട്ടേണ്ടതുപോലെ കിട്ടിയ എന്താ ഒതുങ്ങി.
സൈന്യാധിപന്മാരാണ് ഇവിടെ നിന്നുള്ള മുസ്ലിമായത്. ബദർ യുദ്ധം ഇതിൽ ഖുറൈശികൾ തോറ്റു. ഉഹദ് യുദ്ധത്തിനും തോറ്റു. നബിയുടെ വാക്കനുസരിക്കാത്ത കുറച്ച് ആളുകൾ ചില പ്രശ്നങ്ങൾ കാരണം ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന ഖന്തക്കാണ്. ഖന്തക്കിൽ റസൂലുള്ളാഹിക്കെതിരെ വന്ന പ്രധാനപ്പെട്ട 2 സൈന്യാധിപന്മാരാണ്. ഒന്ന് ഖാലിദ് ബിൻ വലീദ്, അബൂ സുഫിയാൻ്റെ കൂടെ വന്നതാണ്. ഒന്ന് ഖാലിദ് ബിൻ വലീദ്, ഒന്ന് അംർ ബിൻ ആസ്. ഈ 2 ആളുകളും ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ് ഇവർ തിരിച്ചുപോയി. അതിന് തോറ്റു. അന്ന് വരെ കയ്യിൽ 30,000 സൈന്യമാണ്. അന്ന് വരെ കയ്യിൽ 10,000 സൈന്യ. ആരുടെ കയ്യിൽ? ഖുറൈശിയുടെ കയ്യിൽ. നബീൻ്റെ മദീനയിലുള്ള ആളുകളേ ഉള്ളൂ. ഒരു ചെറിയ പട്ടണ മദീന, അതിലുള്ള ആളുകൾ എന്ത് ചെയ്യും? ശത്രുക്കളുടെ കയ്യിൽ എത്ര? അപ്പം രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കിടങ്ങുണ്ടാക്കി ഓലെ കുതിര കണ്ട് ചാടരുത്. അത് കഴിഞ്ഞ് ഇവർ മടങ്ങി. നിരാശരായി മടങ്ങി. ആര്? ഖുറൈശി. ഓലെ കയ്യിൽ എത്ര ഉണ്ടായിട്ട്? 10,000 പട്ടാളക്കാർ കരുകരുത്തന്മാരുണ്ടായിട്ട് മടങ്ങിയ യാത്രയിൽ പലർക്കും വിചിന്തനുണ്ടായി. നമ്മൾ എന്തിനാണ് ഈ മനുഷ്യനോട് വെറുതെ തല്ലുണ്ടാക്കാൻ? നമ്മൾ തോൽക്കുവാണ്. ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ മുന്നേ ജയിക്കുക. സത്യം ഉണ്ടായിട്ടുണ്ടല്ലേ? പട പോയി മക്കത്തെത്തിയപ്പോൾ ആ കൂട്ടത്തിലെ പ്രമുഖന്മാർ മെല്ലെ ഇങ്ങോട്ട് വന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസ്, അതാണ് പ്രധാനപ്പെട്ട അബൂ സുഫിയാൻ്റെ കമാൻഡർമാർ. ഇവരൊരു ദിവസം രാവിലെ മദീനത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പിന്നെ തിരിച്ച് മക്ക ഫത്തിന് മുമ്പ് മുന്നിൽ ആരെ കമാൻഡർമാർ? അബൂ സുഫിയാൻ്റെ കമാൻഡർമാർ. ഈ 2 ആൾ മതി. ഈ 2 ആൾ ഏറെയാണ്. റോമക്കാർ മുഴുവൻ തകർത്തത് ആരാണ്? ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ്. പേർഷ്യക്കാർ തകർത്ത ആരാ? അംർ ബിൻ ആസ്. പേർഷ്യക്കാരെ അംർ ബിൻ ആസും പേർഷ്യക്കാരെ ഖാലിദ് ബിൻ വലീദും റോമക്കാരെ അംർ ബിൻ ആസും. എത്ര വേണ്ടുള്ളൂ? ഈ 2 ആളുകൾ അത്രയും വലിയ ആളുകളാണ്. ഒന്ന് ഖാലിദ് ബിൻ വലീദും ഒന്ന് ഈ 2 പട്ടാളക്കാരും ഖന്തക്കിൽ വരെ അബൂ സുഫിയാൻ്റെ കമാൻഡർമാരെ. അവർ പോയിട്ട് തിരിച്ചു വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞ വശമല്ലേ കഴിച്ചു. പിന്നെ ഉണ്ടാവില്ല. സത്യം ബോധ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അബൂ സുഫിയാനെ തരും. നിങ്ങളെല്ലാവരും പോകുകയാണെങ്കിൽ ഇപ്പം ഞാനായിട്ട് തരാം. അബൂ സുഫിയാനോട് പോകും. പിന്നെ ഞാനുള്ളത് അവർക്കൊക്കെ സത്യം ബോധ്യപ്പെട്ടു. പിന്നെ ഒരാളില്ല. അബൂ സുഫിയാൻ ഫഹുവ ആമിൻ. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയ ഒരു നിർഭയരാണെന്ന് പറയാൻ കാരണം എന്താ? അബൂ സുഫിയാൻ മുസ്ലിമായി. അബൂ സുഫിയാനെ വിളിച്ചാൽ എൻ്റെ വീട്ടിൽ കയറി ഒന്നും സംഭവിക്കൂല. മിനിറ്റുകൾക്കുള്ളിൽ മുമ്പ് അബൂ സുഫിയാന് മുസ്ലിമായി. ഈ അബൂ സുഫിയാൻ മുസ്ലിമായിട്ട് നമ്മൾ ചതിക്കുന്നവരെ ലഭിക്കാനില്ല. അന്ന് അബൂ സുഫിയാനെ മക്കയിലെ നേതാവായിട്ടാണ് ചർച്ചയ്ക്ക് വരുന്നത്. ഇങ്ങോട്ട് മുസ്ലിമായിട്ട് മക്കയിലെ നേതാവായിട്ട് തിരിച്ചയച്ചു. ഇനി ഞങ്ങൾ കുറച്ചു കാലം വേറെ ആളെ നിർത്തിയിട്ട് നിങ്ങളെ പരിശോധിച്ചിട്ട് പിന്നെ ആക്കട്ടോന്നല്ല. എന്തുകൊണ്ട്? ചതി നബിക്ക് വിഷയമല്ല, ചതിക്കാൻ കഴിയില്ല. പിന്നെന്താ? നിങ്ങൾ തന്നെ മക്കയിലെ നേതാവ്. ഏറ്റവും വലിയ ശത്രുവായി വന്ന ഈ വ്യക്തി പിന്നെ മുസ്ലിമായിട്ട് ആ വ്യക്തിയെ തന്നെ എന്താക്കി? മക്കയിലെ നേതാവാക്കി. ഹബീബാ റസൂലുള്ളാഹ്. എന്തുകൊണ്ട്? നമ്മളെ കയ്യിൽ നേരുണ്ട്. പിന്നെ ഇതിനെ ഓരോ പഠിക്കണം. ബാത്തിൻ്റെ ആളുകൾക്ക് ഒരു ചാട്ടേ ഉണ്ടാവുള്ളൂ, വിജയിക്കാൻ കഴിയില്ല. അതന്നെ. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ മക്കക്കാർക്കെതിരെ, മക്കക്കാരോട് എന്ന നിലയ്ക്ക് ഏറ്റവും യുദ്ധം നബി ചെയ്തിട്ടില്ല. കച്ചവട സംഘത്തോട് യുദ്ധത്തിന് പോയിട്ടില്ല. കച്ചവട സംഘത്തെ ഉപരോധിച്ച് പണം വാങ്ങാൻ പോയതാ. ഞങ്ങളെ നഷ്ടം തരണമെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അത് കഴിഞ്ഞില്ല. അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. അവർ ഓടിയെത്തട്ട് ദൂരത്തും എത്തി. അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആര് വന്നു? ഖുറൈശികൾ വന്നതാ. അവർ പിന്നെ മര്യാദയ്ക്ക് പോയതുമില്ല. അതാണ് പറഞ്ഞത്. കളവാക്കിയ സമൂഹങ്ങളെ തകർത്ത് കളഞ്ഞു. വഹറബു യുദ്ധത്തിന് വരികയും ചെയ്തു. അവരെ തകർത്തു. അതായത് ഏൽക്കാൻ വന്നാൽ വെറുതെ വിടൂല. അതേസമയത്ത് അഫാദ ഉലൂമൽ ഹഖ്, സത്യത്തിന്റെ വിജ്ഞാനങ്ങളെ ഫലവത്തായി പഠിപ്പിച്ചു. ആർക്കെല്ലാം? കുല്ല മുസദ്ദിഖി, സത്യം അംഗീകരിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും പഠിപ്പിച്ചു. അവരൊക്കെ പിന്നെ ലോകം കണ്ട വിജ്ഞാനികളായി മാറി. വലിയ വലിയ പണ്ഡിതന്മാരായി മാറി. വലിയ ഒരേ സമയത്ത് ഒരു വാളുള്ള യോദ്ധാക്കളാണെങ്കിലും വാളല്ല അവരെ പഠിപ്പിച്ചത് വിജ്ഞാനമാണ്.